ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരിക്കലും അവരുടെ പാർട്ട്ണറിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഫീലിങ്സ് അങ്ങനെ പെട്ടെന്നൊന്നും നഷ്ടപ്പെടില്ല. ഇത് പതിയെയാണ് ഫെയ്ഡായി വരുന്നത്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണർ അവരെ ട്രീറ്റ് ചെയ്യുന്നതിന് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആയിട്ടാണ് ഈ ഒരു കാര്യമുള്ളത്. അവൾ ഇഗ്നോർ ചെയ്യപ്പെടുമ്പോൾ, അവൾക്ക് അപ്രിസിയേഷൻസ് കിട്ടാണ്ടാവുമ്പോൾ, അവൾ ഹേർട്ടായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കുമ്പോഴൊക്കെ ആദ്യമൊക്കെ ഇവർ കുറെ പറഞ്ഞു നോക്കും പാർട്ട്ണറിനോട്, ഇതൊന്ന് ശരിയാക്ക്, ഇതിങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്, ഇങ്ങനെയൊക്കെ. അപ്പൊ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാണ്ടാവുമ്പോൾ ഇവർ തന്നെ തനിയെ പതിയെ ഉള്ളിൽ ഹീലാവാനായിട്ടും മൂവ് ഓൺ ചെയ്യാനായിട്ടും തുടങ്ങും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വുമണിന് ഒരു മെന്നിനോടുള്ള ഫീലിങ്സ് പതിയെ നഷ്ടമാവാനുണ്ടാകുന്ന 5 കാരണങ്ങളാണ്. അപ്പോൾ റീസൺ നമ്പർ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹി ഇഗ്നോർ ഹെർ ഇമോഷണലി. അതായത് ഈ ഒരു പാർട്ട്ണർ അവളെ ഇമോഷണലി ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പം അവരെന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പൊ നിങ്ങൾ അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുക്കാതെ ഓക്കെ പറഞ്ഞോ എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കും. ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പുറത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആളെടുത്ത് സംസാരിക്കുക. അല്ലെങ്കിൽ വേറെ കോൾ എന്തെങ്കിലും വരുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കോൾ ആണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുക. അവരവരുടെ ഇമോഷൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനത്ര വാല്യൂ ഒന്നും കൊടുക്കാതെ, ഇപ്പം അവർ പറഞ്ഞത് നിങ്ങൾ പകുതി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, നിങ്ങളുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നീ ഇപ്പം എന്താ പറഞ്ഞേ അങ്ങനെ ഒരു കുറേ പ്രാവശ്യം ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ നിങ്ങൾ ഇമോഷണലി അത്ര വാല്യൂ കൊടുക്കുന്നില്ലെന്നാണ് അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നത്. സോ അതിലൂടെ അവർ റിയലൈസ് ചെയ്യുന്നത് ഓക്കെ, ഞാൻ ആളോട് സംസാരിക്കാൻ കാണിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ആൾ എന്നോട് സംസാരിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്നില്ല. ഇത് നിങ്ങൾ ഇങ്ങനെ ക്ലിയർലി അവർക്ക് വിസിബിൾ ആക്കി കൊടുക്കുകയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, എല്ലാ സമയത്തും എനിക്ക് നിന്നോട് സംസാരിക്കാൻ അത്ര താല്പര്യമൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ അവരിങ്ങനെ ഷോ ചെയ്ത് അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവരുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക, ഓൾറെഡി ഒരു ഓക്കെ ആൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു ഫീൽ വരും. അവർ പതിയെ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അവർ തന്നെ മൂവ് ഓൺ ആവാനായിട്ട് തുടങ്ങും. രണ്ടാമത്തെ കാര്യം, ലാക്ക് ഓഫ് അപ്രിസിയേഷൻ. അതായത് സ്ത്രീകള് പൊതുവെ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരുപാട് എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അപ്പൊ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവരുടെ പാർട്ട്ണർ, അതായത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയാണ്. ഇതൊക്കെ ചെയ്യേണ്ടത് അവളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഇതൊക്കെ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമാണ്, ഇതിപ്പോ അത്ര വലിയ കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇപ്പൊ അവര് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാണ്, അല്ലെങ്കിൽ അവര് നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊന്നും നിങ്ങൾ തിരിച്ച് നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒരു അപ്രിസിയേഷൻ ഒന്നും അവർക്ക് കൊടുക്കാതെ ഇതെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് നിങ്ങൾ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്നും തിരിച്ച് അവരുടെ അടുത്ത് അത് എനിക്ക് കിട്ടിയാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, അങ്ങനെ നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും നിങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവര് ഒരുപാട് എഫേർട്ട് ഇട്ട് അവർ ടയേർഡായി പോകും, അവർക്ക് മടുത്തു പോകും. കാരണം ഞാൻ ഇത്രയും ചെയ്തു കൊടുത്തിട്ടും ഒരു നല്ല വാക്ക് ആൾ എന്നോട് പറയുന്നില്ല, അപ്പൊ ഞാൻ ഇത് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മൈൻഡ് ആകുമ്പോൾ അവർ പതിയെ ഈ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി മൂന്നാമത്തെ ഒരു റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ, പുവർ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്റെസ്പെക്റ്റ് ആണ്. അതായത് ഇപ്പം നിങ്ങൾ അവരുടെ അടുത്ത് ഹാർഷ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരെ ഇൻസെക്യൂർ ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കുക. ഇപ്പോൾ ബാക്കിയുള്ളവർ, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു തമാശ എന്നുള്ള രീതിയിൽ അവർ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുക. മേ ബി അത് അവർക്ക് ഹേർട്ട് ആവും. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു തമാശയ്ക്ക് അവരെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇപ്പം സ്ത്രീകളിൽ തന്നെ അത് എൻജോയ് ചെയ്യുന്നവരും ഉണ്ട്, അത് ഹേർട്ട് ആവുന്നവരും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം, എൻ്റെ പാർട്ട്ണർ ഏത് ടൈപ്പ് ആളാണ്, അവർക്ക് ഇത് ഞാൻ പറയുന്നത് ഹേർട്ട് ആവുകയാണോ ചെയ്യുന്നത്, അതോ അവരത് എൻജോയ് ചെയ്യാണോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. അപ്പോൾ അവരിത് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയാം തമാശയായിട്ട് എടുത്താൽ പോരെ, അതിൻ്റെ ഒരു ഫണ്ണായിട്ട് കണ്ടാൽ പോരെ, ഇങ്ങനെ അതിനെ പറഞ്ഞ് നിങ്ങളിങ്ങനെ എന്താ പറയാ
നോർമലൈസ് ചെയ്യാൻ നോക്കാതെ അവർക്ക് അത് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക. അല്ലാതെ അവരിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ അവർക്ക് വാല്യൂ കൊടുക്കുന്നില്ല, അവരോട് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ മാത്രം സംസാരിക്കുക, നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലോലി അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഇഷ്ടപ്പെടാണ്ടാവും. നിങ്ങളുടെ അടുത്തുള്ളൊരു കംഫർട്ട് അവർക്ക് നഷ്ടമാവും. അപ്പോൾ ഇനിയിപ്പോൾ അവർ ആരോടും സംസാരിക്കാതെ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ പോലും നിങ്ങളടുത്ത് കൂടുതൽ സംസാരിക്കാൻ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇനി നാലാമത്തെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ നോ എഫേർട്ട് ഫ്രം ഹിസ് സൈഡ്. അതായത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ടും വരുന്നില്ല, നിങ്ങളുടെ പാർട്ട്ണർ മാത്രമാണ് എല്ലാ സമയത്തും എഫേർട്ട് ഇടുന്നത്. അപ്പൊ എഫേർട്ട് ഇടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഗിഫ്റ്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുക, ഇത് മാത്രമല്ല. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണ്, ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഹേർട്ടായി അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഹേർട്ടായി, അങ്ങനെ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പാർട്ട്നേഴ്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരു ദിവസം മിണ്ടാണ്ടിരിക്കും, എന്നിട്ട് അടുത്ത ദിവസം ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ നേരെ ബാക്ക് ടു നോർമലായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഇതൊരിക്കലും ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. കാരണം രണ്ടുപേർക്കും അൺഹീൽഡ് ആയിട്ടുള്ള വോൺസ് ചിലപ്പോൾ ആ ഒരു ആർഗ്യുമെന്റിൽ ഉണ്ടായിട്ടുണ്ടാവും. ശരിക്കും ഇത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു മെന്നായിട്ടുള്ള പാർട്ട്ണറിന് മേ ബി ഇതിപ്പം അത് സംസാരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ആളെ ബോദർ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരിക്കലും അവർക്കിത് പറഞ്ഞ് സംസാരിച്ച് തീർക്കാതെ അവർക്കൊരു സമാധാനം കിട്ടില്ല. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഇത് കിടന്ന് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അവരായിരിക്കും എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എഫേർട്ട് ഇടുന്നത്. ചിലപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഹേർട്ട് ആയേക്കാം, എന്നാൽ പോലും അവർ ഇത് സോൾവ് ചെയ്യണം എന്നുള്ളൊരു ഇതോടെ അവർ എഫേർട്ട് ഇടുന്നുണ്ടാവും. ഇതെപ്പോഴും ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്ന് മാത്രമാണ് എപ്പോഴും എഫേർട്ട് വരുന്നത്. ഈ ഒരു പുരുഷൻ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. പിന്നെ ഇപ്പം നമ്മളുടെ സ്പെഷ്യൽ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് എഫേർട്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്ലോലി നിങ്ങളെ ഇങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഇങ്ങനെ സ്ലോലി അതിനോടുള്ള ഒരു ഫീലിങ്സ് ഫെയ്ഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, ഫീലിംഗ് എലോൺ ഇവൻ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു സ്ത്രീ, ഈ ഒരു പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പിൽ ആവുന്ന സമയത്തും അവർക്ക് അവരൊറ്റപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് തോന്നുകയാണ്. ശരിക്കും അങ്ങനെ തോന്നുന്നത് ഈ ലോകത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു വേസ്റ്റ് ഫീലിംഗ് ആണ്. ബിക്കോസ് നമുക്ക് ഓൾറെഡി ഒരു പാർട്ട്ണർ ഉണ്ട്. ഒരു പാർട്ട്ണറിനെ കൊണ്ട് നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത്, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി വീക്കായി പോകുന്ന സമയത്ത് നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് തരിക, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഹാപ്പിനെസ് നമ്മളുടെ കൂടെ ആഘോഷിക്കുക, ഇതൊക്കെയല്ലേ നമ്മളുടെ ഒരു പാർട്ട്ണറിൽ നിന്ന് കിട്ടേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കിട്ടാണ്ട് വരുമ്പോഴാണ് ഒരാൾ ഒറ്റയ്ക്കായ പോലെ നമുക്ക് ഫീൽ ആവുക. അപ്പൊ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മേ ബി അവർ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. ശരിയാണ്, ഇവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മേ ബി സംസാരിക്കാൻ ഇവർക്ക് ഒരാളുണ്ടാവില്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലായ്പ്പോഴും നമുക്ക് എല്ലാ ഫ്രണ്ട്സിനും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാവുമ്പോൾ അത് അങ്ങനെയല്ലല്ലോ, നമുക്ക് എല്ലാ സമയത്തും ആൾ അവൈലബിൾ ആവണം എന്നാണല്ലോ. അപ്പൊ ആ രീതിയിൽ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വലിയ പിഴവായിട്ടാണ് നമ്മൾ കണക്കാക്കാനായിട്ട് പറ്റുക. കാരണം നിങ്ങൾ അവർക്ക് ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അവർ റിലേഷൻഷിപ്പിലായിട്ട് പോലും അവർക്ക് ഒറ്റപ്പെട്ട ഒരു ഫീൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് തിങ്ക് ചെയ്യും. ചിലപ്പോൾ ആദ്യമൊന്നും അവർക്ക് അങ്ങനെ വരില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ തിങ്ക് ചെയ്യും ഇതിപ്പോ എന്തായി, റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും ഇല്ലെങ്കിലും ഒരുപോലെ തന്നെയാണ് ഉള്ളത്, അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ എഫേർട്ട് ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അവർ തിങ്ക് ചെയ്യുകയും അവർ അതിൽ നിന്നും വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വുമണിന്റെ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡീപ്പായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. പക്ഷെ അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ ട്രീറ്റ് ചെയ്താലും ഒരിക്കലും അവർ നമ്മളെ വിട്ടു പോവില്ല എന്നൊന്നുമല്ല. അവരെ ഇഗ്നോർ ചെയ്താൽ, അവരെ അപ്രിഷിയേറ്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ പ്രയോറിറ്റി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങും. അതിനുള്ളൊരു സ്ട്രെങ്ത് അവരുടെ ഉള്ളിൽ തന്നെയുണ്ട്.
അവർ എപ്പോൾ നമുക്ക് വാല്യൂ ഇല്ല എന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റ് തൊട്ട് അവർ സൈലന്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും, അവർ മൂവ് ഓൺ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ഒരു തവണ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഫെയ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെയും അത് ആ ഒരു പഴയ ഡെപ്തിൽ അല്ലെങ്കിൽ ആ ഒരു പഴയ ഇന്റൻസിറ്റിയിൽ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ ആരെങ്കിലും ഈ രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ അറിഞ്ഞോ അറിയാതെയോ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.